ായിരുന്നെങ്കിൽ എല്ലാത്തിനും ആവശ്യാനുസൃതമുള്ള ക്രമപ്പെടുത്തലാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ദൈവത്തെ കണ്ടെത്താൻ പറ്റും, സൃഷ്ടാവിനെ നമുക്ക് കണ്ടെത്താൻ പറ്റും. നമ്മളുടെ കൈയെടുത്ത് നോക്കിയാൽ 5 വിരലുകളിൽ 4 വിരലുകളും ചലിക്കുന്നത് ഇങ്ങോട്ടാണ്, തള്ളവിരൽ പക്ഷേ ചലിക്കുന്നത് മറ്റൊരു ദിശയിലേക്കാണ്. ഒരുത്തനെ മാത്രം ദിശ തിരിച്ചു വിട്ടിരിക്കുന്നു. എന്തിനു വേണ്ടി? ഈ ഒരുത്തൻ ഇങ്ങനെ ദിശ തിരിഞ്ഞു നിന്നില്ലായിരുന്നുവെങ്കിൽ ഈ കൈ നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. ഈ കൈ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് ഈ ഒരു വിരല് തള്ളവിരൽ ഇങ്ങനെ ചലിക്കുന്നു, ദിശ മാറി ചലിക്കുന്നു എന്നതുകൊണ്ടാണ്. ഇതിങ്ങനെ ആയാലേ ഇത് നമുക്ക് ഉപയോഗപ്പെടൂ എന്ന് ചിന്തിക്കാൻ കൈയിന് കഴിയില്ല. മാതാപിതാക്കൾ നമ്മളോ ഇത് ആസൂത്രണം ചെയ്തല്ല എങ്കിൽ നമുക്ക് വേണ്ടി ഇതിങ്ങനെ ആസൂത്രണം ചെയ്ത ബുദ്ധിബോധം ഏതാ? അവിടെയാണ് സൃഷ്ടികളാകുന്ന നമ്മളുടെ സൃഷ്ടാവിനെ നമ്മൾ കാണുന്നത്. എന്ന് മാത്രമല്ല, അതിൽ കാണുന്ന ഓരോ വരകളും കുറികളും നമ്മൾ എടുത്തു നോക്കിയാൽ അതിന്റെ പിന്നിൽ പോലും അന്ധവിശ്വാസങ്ങൾ. ഇപ്പോൾ കയ്യിന്റെ ഉള്ളനടിയിൽ കുറെ രേഖകളുണ്ട്, ഉള്ളൻ കയ്യിൽ കുറെ രേഖകളുണ്ട്, അതിന്റെ പിന്നിൽ പോലും കുറെ അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതേസമയത്ത് അതുപോലും എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കയ്യിന്റെ ഉള്ളനടിയിൽ കാണുന്ന വരകൾ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതില്ലായിരുന്നുവെങ്കിൽ നമ്മൾ കൈ ഇങ്ങോട്ട് മടക്കി പിടിച്ചു കഴിഞ്ഞാൽ കയ്യിന്റെ ഉള്ളിലുള്ള മാംസപേശിയെല്ലാം പുറത്തേക്ക് ഇങ്ങോട്ട് തള്ളി വരും, ഒന്നും നമുക്ക് മുറുക്കി പിടിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മാംസപേശികളെ അസ്ഥികളോട് ബന്ധിപ്പിക്കുക എന്ന മഹത്തായ ഒരു ധർമ്മമാണ് കൈരേഖകൾ ചെയ്യുന്നത്. അത് ഭാവി രേഖപ്പെടുത്തപ്പെട്ട രേഖയല്ല. അങ്ങനെ ഒരു മഹത്തായ കുരങ്ങുകൾക്കുമുണ്ട് ഇത് എന്ന് പറഞ്ഞാൽ അത് മനുഷ്യനെ ഓരോ സ്ഥലങ്ങളിലും രൂപപ്പെട്ടു വന്നിട്ടുള്ള എല്ലാത്തിൻ്റെയും പിന്നിൽ ഉദ്ദേശമുള്ളതുപോലെ കൈരേഖയിൽ രൂപപ്പെട്ടതിന്റെ പിന്നിലും ഉദ്ദേശമുണ്ട്. എന്ന് പറഞ്ഞാൽ ഓരോ കോശങ്ങൾക്കും ഓരോ രോമങ്ങൾക്കും ധർമ്മങ്ങളുണ്ട്. അങ്ങനെ ഇതിങ്ങനെ ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്നിരിക്കും. ഇത് വെറുതെ ആവാൻ വല്ല സാധ്യതയുണ്ടോ? ഇതൊരു തമാശയ്ക്ക് വേണ്ടിയാവാൻ വല്ല സാധ്യതയുണ്ടോ? ഇല്ല, ഗൗരവത്തോടു കൂടി ചിന്തിക്കാൻ കഴിയുന്ന നമ്മളെ ഇങ്ങനെ ആസൂത്രണം ചെയ്ത് സൃഷ്ടിച്ചത് ഒരു തമാശയ്ക്ക് വേണ്ടിയാവാനുള്ള സാധ്യത യഥാർത്ഥത്തിൽ ഇല്ലല്ലോ. എങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയായിരിക്കും മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്? അത് യഥാർത്ഥത്തിൽ നമ്മൾ അറിയേണ്ടതില്ല. എന്തിനു വേണ്ടി മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു എന്ന യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ മനുഷ്യൻ അറിയേണ്ടതില്ല. പക്ഷെ എങ്ങനെയാണ് മനുഷ്യനത് അറിയുക? മനുഷ്യനത് അറിയാൻ യഥാർത്ഥത്തിൽ തന്നെ സ്വന്തം ഇരുന്നു കൊണ്ട് ആലോചിച്ച് അറിയുവാൻ യഥാർത്ഥത്തിൽ ന്യായങ്ങളൊന്നുമില്ല, അതിന്റെ സാധ്യതകളില്ല. പക്ഷെ മനുഷ്യൻ സൃഷ്ടിച്ചതിന്റെ പേരിൽ ഉദ്ദേശമില്ലാതിരിക്കാനും ന്യായമില്ല. കാരണം മനുഷ്യന്റെ ഓരോ അവയവങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാലും എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് ഓരോ ഉദ്ദേശങ്ങളോടുകൂടിയാണ്. പിന്നെ കണ്ണുകൾ കാണാൻ വേണ്ടിയാണ്, കാലുകൾ നടക്കാൻ വേണ്ടിയാണ്, കാതുകൾ കേൾക്കാൻ വേണ്ടിയാണ്, മൂക്ക് ശ്വസിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെയുള്ള ഓരോ അവയവങ്ങളും ഉദ്ദേശപൂർവ്വം സൃഷ്ടിച്ച് ഇതെല്ലാം ചേർന്നൊരു മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ യഥാർത്ഥത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അതിനേക്കാൾ വലിയ അവയവങ്ങൾ സൃഷ്ടിച്ചതിനേക്കാൾ വലിയൊരു ഉദ്ദേശം മനുഷ്യൻ സൃഷ്ടിച്ചതിന്റെ പിന്നിൽ ഉണ്ടാവും ഉറപ്പല്ലേ? ഒരു കമ്പ്യൂട്ടറിന്റെ വ്യത്യസ്തമായ പാർട്സുകൾ ഉണ്ടാക്കുമ്പോൾ ഓരോ പാർട്സുകളും ഉണ്ടാക്കുന്നത് ഉദ്ദേശപൂർവ്വം വ്യത്യസ്ത ഉദ്ദേശങ്ങളോടുകൂടിയാണ്. പക്ഷെ അതെല്ലാം ചേർത്ത് ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കുമ്പോൾ ഈ ഭാഗങ്ങൾ ഉണ്ടാക്കിയതിനേക്കാൾ വലിയ ഉദ്ദേശം ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കുമ്പോൾ അതിന്റെ പിന്നിലുണ്ടാവും. അംശങ്ങളിൽ ഉദ്ദേശമുണ്ടെങ്കിൽ സാകല്യത്തിൽ അതിനേക്കാൾ വലിയ ഉദ്ദേശം ഉണ്ടാകും എന്ന ഒരു പൊതുതത്വമുണ്ട്. അതനുസരിച്ച് കമ്പ്യൂട്ടറിന്റെ ഓരോ ഭാഗങ്ങളും ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി അത് ചേർത്തൊരു കമ്പ്യൂട്ടർ ഉണ്ടാക്കുമ്പോൾ അതിനേക്കാൾ വലിയൊരു ഉദ്ദേശത്തിന് പിന്നിലുണ്ടാവും. പക്ഷെ കമ്പ്യൂട്ടറുകൾ എന്തിനുണ്ടാക്കി എന്ന് കമ്പ്യൂട്ടറുകൾക്ക് അറിയില്ല. അതറിയുന്നത് കമ്പ്യൂട്ടർ ഉണ്ടാക്കിയ മനുഷ്യനാണ്. എന്നതുപോലെ മനുഷ്യൻ എന്തിനു സൃഷ്ടിക്കപ്പെട്ടു എന്ന് മനുഷ്യനറിയുകയില്ല. അതറിയുക സ്വാഭാവികമായിട്ടും മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിനാണ്. ദൈവത്തിനെ അതറിയും. എങ്കിൽ എന്തിനാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് എന്നത് മനുഷ്യന് ദൈവം പറഞ്ഞു കൊടുക്കേണ്ടതില്ലേ? മറ്റ് ചരാചരങ്ങൾക്കെല്ലാം അവയുടെ ധർമ്മം നിശ്ചയിച്ചു കൊടുത്തതായി നമ്മൾ കാണുന്നു. ഇല്ല, വായുവിന്റെ ധർമ്മം അതിന്റെ പ്രകൃതിയിൽ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. സൂര്യന്റെ ധർമ്മം അതിന്റെ പ്രകൃതിയിൽ നമുക്ക് കാണാം. വെള്ളത്തിന്റെ ധർമ്മം അതിന്റെ പ്രകൃതിയിൽ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. ഓരോ ചരാചരങ്ങൾക്കും അവയുടെ ധർമ്മം അവയുടെ സൃഷ്ടിപ്പിൽ പ്രകൃതിയിൽ നിശ്ചയിച്ചു കൊടുത്തിരിക്കുക. നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ നോക്കുക. ഹൃദയമെന്ന അവയവം ഒരു മഹത്തായ ധർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ അറിയുന്നില്ല, പക്ഷെ അതിന്റെ പ്രകൃതം അനുസരിച്ച് ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നെ അതിനൊരു ധർമ്മം നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. അതേ ശരീരത്തിലുള്ള വൃക്കകൾ നോക്കുക. തൊട്ട് താഴെ ഇരുന്നു കൊണ്ട് അതിന്റെ പ്രകൃതം അനുസരിച്ച് വലിയ ധർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ എല്ലാ ചരാചരങ്ങളെയും സൃഷ്ടിച്ചതോടൊപ്പം ദൈവം അവയ്ക്ക് ധർമ്മവും നിശ്ചയിച്ചു കൊടുത്തു. എങ്കിൽ ഈ മനുഷ്യനും ഒരു ധർമ്മം നിശ്ചയിച്ചു തരേണ്ട ബാധ്യത ദൈവത്തിനില്ലേ? ഖുർആനിലൂടെ ദൈവം ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, ഇന്ന അലൈന അലിൽ ഹുദ, മനുഷ്യന് മാർഗദർശനം നൽകൽ നമ്മുടെ ബാധ്യതയാണ്. കാരണം മറ്റെല്ലാ ചരാചരങ്ങൾക്കും ധർമ്മം നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. എങ്കിൽ മനുഷ്യനും അത് നിശ്ചയിച്ചു കൊടുക്കുക എന്ന ബാധ്യത ദൈവത്തിനുണ്ട്. മറ്റു ചരാചരങ്ങൾക്കൊക്കെ അവരുടെ പ്രകൃതം അനുസരിച്ചാണ് കൊടുത്തത്. വായുവിന്റെ ധർമ്മമല്ല സൂര്യന് കൊടുത്തത്, കാരണം രണ്ടിന്റെയും പ്രകൃതം വ്യത്യസ്തമാണ്. ഹൃദയത്തിന്റെ ധർമ്മമല്ല വൃക്കകൾക്ക് കൊടുത്തത്, രണ്ടിന്റെയും പ്രകൃതം വ്യത്യസ്തമാണ്. പ്രകൃതമനുസരിച്ച് ധർമ്മം നിശ്ചയിച്ചു കൊടുക്കുക എന്ന ഒരു ഉത്തരവാദിത്വം കൂടി ദൈവത്തിലുണ്ട്. എങ്കിൽ മനുഷ്യന്റെ പ്രകൃതമനുസരിച്ച് അവന് ധർമ്മം നിശ്ചയിച്ചു കൊടുക്കുക എന്ന ബാധ്യത ദൈവത്തിലുണ്ട്. ദൈവം അത് പറയുകയും ചെയ്തിട്ടുണ്ട്, മാത്രമല്ല അത് നിർവഹിച്ചിട്ടുമുണ്ട് എന്ന മനുഷ്യന്റെ പ്രകൃതമനുസരിച്ച്. മനുഷ്യന്റെ മറ്റ് ചരാചരങ്ങളിൽ വ്യത്യസ്തമായ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ്
അല്ലെ, ഒരാശയത്തിന് വേണ്ടി മരിക്കാൻ കഴിയുന്ന ജീവി എന്നത്. ആശയത്തിന് വേണ്ടി മരിക്കാൻ കഴിയുന്ന ജീവിയാണ് മനുഷ്യൻ. അതിനർത്ഥം മനുഷ്യന് ജീവിക്കണമെങ്കിൽ ഏതോ അർത്ഥത്തിൽ ചില ആശയങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ട് ചിന്തിക്കാൻ കഴിവുള്ള ബുദ്ധിയുള്ള മനുഷ്യന് സൂര്യന് ധർമ്മം നിശ്ചയിച്ചു കൊടുത്തതുപോലെ, വെള്ളത്തിന് ധർമ്മം നിശ്ചയിച്ചു കൊടുത്തതുപോലെ, വൃക്കയ്ക്കും ഹൃദയത്തിനും ധർമ്മം നിശ്ചയിച്ചു കൊടുത്തതുപോലെ അല്ല ധർമ്മം നിശ്ചയിച്ചു കൊടുക്കേണ്ടത്. അവന് ധർമ്മം നിശ്ചയിച്ചു കൊടുക്കേണ്ടത് ആശയതലത്തിലാണ്. അതുകൊണ്ട് ദൈവം പ്രവാചകന്മാരെ നിയോഗിച്ചുകൊണ്ട് വേദഗ്രന്ഥങ്ങൾ നൽകിക്കൊണ്ട് ആശയതലത്തിൽ മാർഗദർശനം നൽകിയിരിക്കുന്നു എന്നാണ്. ഖുർആൻ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ, എല്ലാ സമൂഹങ്ങളിലേക്കും നാം ദൈവദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട് എന്നാണ്. ദൈവത്തിന്റെ ഇച്ഛ മനുഷ്യനെ പഠിപ്പിക്കാൻ, മനുഷ്യന്റെ ധർമ്മം എന്ത് ഭൂമിയിൽ എന്ന് പഠിപ്പിക്കാൻ എല്ലാ സമൂഹങ്ങളിലേക്കും പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട് എന്ന്. അങ്ങനെ നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ അവസാനമായി നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് മുഹമ്മദ് നബി എന്നാണ്. ആ പ്രവാചകന് തൊട്ട് മുമ്പ് വന്ന പ്രവാചകരായിരുന്നു ബൈബിൾ പറയുന്ന യേശു ക്രിസ്തു, ഖുർആൻ പറയുന്ന ഈസാ നബി. അതിന് തൊട്ട് മുമ്പ് വന്നൊരു പ്രവാചകനായിരുന്നു മൂസാ പ്രവാചകൻ, ഖുർആൻ പറയുന്ന മൂസാ നബി. അതിന് തൊട്ട് മുമ്പ് വന്ന ഒരു പ്രവാചകനായിരുന്നു ഖുർആൻ പറയുന്ന ഇബ്രാഹിം നബി, ബൈബിൾ പറയുന്ന അബ്രഹാം പ്രവാചകൻ. ഇങ്ങനെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമായി ഏതാണ്ട് 1,24,000-ലധികം പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട് എന്നൊക്കെ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ ശ്രീരാമനെ പോലുള്ള, ശ്രീകൃഷ്ണനെ പോലുള്ള, ശ്രീബുദ്ധനെ പോലുള്ള പലരും പ്രവാചകന്മാരിൽപ്പെട്ടവരായിരിക്കാം. പക്ഷേ പിന്നീട് സംഭവിച്ചത്, കാലം കുറെ കഴിയുമ്പോൾ പ്രവാചകന്മാരിൽ തന്നെ ദിവ്യത്വം ആരോപിക്കപ്പെട്ടു എന്നാണ്. മഹാന്മാരിലും പ്രവാചകന്മാരിലും ദിവ്യത്വം ആരോപിക്കപ്പെട്ടു. പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളിൽ നിന്ന് മനുഷ്യൻ പിൽക്കാലഘട്ടത്തിൽ വ്യതിചലനത്തിന് വിധേയമായി പോയി. അങ്ങനെയാണ് പിൽക്കാലഘട്ടത്തിൽ മതങ്ങൾ പോലും രൂപപ്പെട്ടു വരുന്നത് എന്നാണ്. ദൈവം മതം ഉണ്ടാക്കിയിട്ടില്ല എന്നാണ്. പ്രവാചകന്മാരെ ദൈവം നിയോഗിച്ചത് ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കാൻ, അവന്റെ ധർമ്മം എന്തെന്ന് പറഞ്ഞു കൊടുക്കാൻ, അവന്റെ ഓരോ ചുവടുവെപ്പുകളിലും പാലിക്കേണ്ട മര്യാദകൾ പറഞ്ഞു കൊടുക്കാൻ. അത് നമ്മളിങ്ങനെ എടുത്ത് വായിച്ചു നോക്കിയാൽ, പരിശോധിച്ചു നോക്കിയാൽ, ഓരോ ചുവടുവെപ്പുകളിലും മനുഷ്യൻ പാലിക്കേണ്ട മര്യാദകൾ പന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിയിലൂടെ പഠിപ്പിക്കപ്പെട്ടതനുസരിച്ച് ഒരാൾ കക്കൂസിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇടതുകാല് വെച്ച് കയറണമെന്നാണ്. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വലതുകാല് വെച്ച് ഇറങ്ങണമെന്നാണ്. ഒരു വീട്ടിലേക്ക് കയറുമ്പോൾ വലത് വെച്ച് ആണത്രേ കയറേണ്ടത്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടതുകാല് വെച്ചാണ് ഇറങ്ങേണ്ടത്. ഒരു വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് വീട്ടുടമസ്ഥൻ അവിടെ ഇല്ലെങ്കിൽ അനുവാദമില്ലാതെ അകത്ത് പ്രവേശിക്കരുത് എന്നാണ്. പുറത്താളെ കാണുന്നില്ല, അകത്താളുണ്ടെന്ന ധാരണയിൽ നമ്മൾ കോളിംഗ് ബെല്ലടിക്കുന്നു, പ്രതികരണമൊന്നുമില്ലെങ്കിൽ രണ്ടാമതും ബെല്ലടിക്കാം, മൂന്നാമതും ബെല്ലടിച്ചു, എന്നിട്ടും പ്രതികരണമില്ലെങ്കിൽ തിരിച്ചു പോരണമെന്നാണ്. പിന്നെ ജനൽ തട്ടി കിളിവാതിൽ തുറന്ന് എത്തി നോക്കാൻ പാടില്ല എന്നാണ്. അഥവാ എത്തി നോക്കുന്ന സമയത്ത് വീട്ടിൽ ഉടമസ്ഥനുണ്ട് എങ്കിൽ വീട്ടുടമസ്ഥൻ ഒരു കോലെടുത്ത് കുത്തി എത്തി നോക്കിയവന്റെ കണ്ണ് പൊട്ടിപ്പോയാൽ വീട്ടുടമസ്ഥൻ കുറ്റവാളിയല്ല എന്ന്. കാരണം ചുവന്ന അന്വേഷണം നിഷിദ്ധമാണ്. നിങ്ങളുടെ ഒരു കത്തി എന്റെ കയ്യിൽ കിട്ടിയാൽ ഞാനത് പൊട്ടിച്ചു വായിക്കുന്നത് പാപമാണ്. ഇങ്ങനെ ജീവിതത്തിന്റെ ഓരോ ചുവടുവെപ്പുകളിലും പാലിക്കേണ്ട മര്യാദകളാണ് പ്രവാചകന്മാരോട് ദൈവം പഠിപ്പിച്ചത്. ദൈവത്തിന് ആവശ്യം നേർച്ചകളും വഴിപാടുകളുമല്ലത്രേ, നമ്മളുടെ ജീവിതത്തിന്റെ വിശുദ്ധിയാണത്രേ ദൈവം തേടുന്നത്. ദൈവവിശ്വാസവും മതവിശ്വാസവും തമ്മിലുള്ള വേർതിരിവ് ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. യഥാർത്ഥത്തിൽ ദൈവ മനുഷ്യനോട് മതാചാരങ്ങൾ എന്ന അർത്ഥത്തിൽ ചില കാര്യങ്ങൾ പറയാനല്ല പ്രവാചകന്മാരെ നിയോഗിച്ചത്. ജീവിതത്തിന്റെ ഓരോ ചുവടുവെപ്പുകളിലും പാലിക്കേണ്ട മര്യാദകൾ പഠിപ്പിക്കാൻ. ഭക്ഷണം കഴിപ്പിക്കുമ്പോൾ വലത് കൈ കൊണ്ട് കഴിക്കണമെന്നാണ്. അത് ദൈവനാമത്തിലാണത്രേ കഴിക്കേണ്ടത്. മാത്രമല്ല കഴിക്കുന്ന ഭക്ഷണം അനുവദനീയമാണോ എന്ന് നോക്കണമെന്നാണ്. കഴിക്കുന്ന ഭക്ഷണം രണ്ട് രീതിയിൽ നിഷിദ്ധമാകാം. ഒന്ന്, സ്വയം പ്രകൃതമനുസരിച്ച് ചിലത് നിഷിദ്ധമാകും. വേറെ ചിലത് വന്ന മാർഗമനുസരിച്ച് അത് നിഷിദ്ധമാകാം. പിടിച്ചുപറിയിലൂടെ, അല്ലെങ്കിൽ ചൂതാട്ടത്തിലൂടെ, അല്ലെങ്കിൽ പലിശയിലൂടെ, അങ്ങനെ തെറ്റായ വഴിയിലൂടെ വന്ന ആഹാരം നിഷിദ്ധമാണ്. എന്നാൽ വേറെ ചിലത് സ്വയം നിഷിദ്ധമായ ആഹാരങ്ങൾ ഉണ്ടാകാം, മനുഷ്യന്റെ പ്രതികൂലമായി ബാധിക്കുന്ന, അഥവാ മനുഷ്യത്വത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായ എല്ലാം നിഷിദ്ധമാണ് എന്നാണ്. ആ അർത്ഥത്തിൽ അന്നപാനീയങ്ങളിൽ മുതൽ എല്ലാ കാര്യങ്ങളിലും മനുഷ്യത്വത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായ എല്ലാത്തിനെയും വർജിക്കണമെന്നാണ്. അങ്ങനെ വിശകലനം ചെയ്യുമ്പോൾ സ്വയം നിഷിദ്ധമായ, ഉദാഹരണം പറഞ്ഞാൽ ചായ കുടിക്കാം പക്ഷെ ചാരായം കുടിക്കരുത് എന്ന്. ചായ കുടിക്കാം പക്ഷെ ചാരായം കുടിക്കരുത്. ചായ യഥാർത്ഥത്തിൽ നിഷിദ്ധമല്ല, പക്ഷെ ചാരായം നിഷിദ്ധമാണ്. അത് മനുഷ്യത്വത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമാണ്. അതേസമയത്ത് ഇതിന്റെ പോലും ഇടപാടിൽ ഇങ്ങനെ വിശകലനം ചെയ്യുമ്പോൾ ഒരാൾ സത്യസന്ധമായി ചാരായ കച്ചവടം ചെയ്യുന്നതും സത്യസന്ധമല്ലാതെ ചായ കച്ചവടം ചെയ്യുന്നതും ഒരുപോലെയാണ്. കാരണം രണ്ടും മനുഷ്യത്വത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമാണ്. ഇങ്ങനെ ഓരോ ചുവടുവെപ്പുകളിലും മനുഷ്യത്വത്തിന്റെ താല്പര്യത്തിന്റെ